അയോധ്യയിലെ രാമക്ഷേത്രം വെറുമൊരു മന്ദിരമല്ല, അതൊരു വികാരമാണ്. കോടിക്കണക്കിന് ഭാരതീയരുടെ കഠിനമായ പ്രയത്നത്തിന്റെയും ദശാബ്ദങ്ങളുടെ നിയമ പോരാട്ടത്തിന്റെയും ലക്ഷക്കണക്കിന് ഭക്തരുടെ പ്രാർത്ഥനയുടെയും സാക്ഷ്യമാണ് ക്ഷേത്രം. പക്ഷേ ആ പരിശുദ്ധമായ മണ്ണിൽ ഒരു കളങ്കം വീഴ്ത്താൻ ഗൂഢാലോചന നടത്തിയവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഇത് പഴയ ഇന്ത്യ അല്ല, നരേന്ദ്രമോദിയുടെ കരുത്തുറ്റ ഭരണത്തിന് കീഴിലുള്ള യോഗി ആദിത്യനാഥിന്റെ കർക്കശമായ നിയമവാഴ്ചയുള്ള ഇന്ത്യയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടത് എന്താണ്? രാമക്ഷേത്രത്തിൽ മോഷണം നടന്നു, സംഭാവന പണം കാണാതെയായി, ക്ഷേത്ര ട്രസ്റ്റിൽ അഴിമതി എന്നൊക്കെ പറഞ്ഞ് പുലി വന്ന അലറി വിളിച്ചവരായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന വൻ അലർച്ചയാണ് ഉണ്ടാക്കിയത്. BJP സർക്കാരിനെതിരെ വാളെടുത്തിറങ്ങിയവർ, പ്രധാനമന്ത്രി മോദിയെയും യോഗിയെയും പേര് ചൊല്ലി വിളിച്ചാക്ഷേപിച്ചവർ, അഴിമതിയുടെ കള്ളക്കഥകൾ പടച്ചുണ്ടാക്കിയവർ, ഇവരൊക്കെ ഇന്ന് എവിടെ പോയി? എന്തു പറ്റി ഇവർക്ക്? പെട്ടെന്നാണ് ഇവർക്കെല്ലാം മിണ്ടാട്ടം മുട്ടിയത്. രാജ്യം മുഴുവൻ കേൾക്കെ അഴിമതി എന്ന് മുറവിളി കൂട്ടിയവർ സത്യം പുറത്തു വന്നപ്പോൾ എലിപ്പൊത്തിൽ ഒളിച്ചോടിയതുപോലെ നിശബ്ദരാവുകയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ വലിയൊരു ചതിയുണ്ട്, ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. സത്യം പുറത്തു വന്നാൽ തങ്ങളുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴുമെന്ന് കണ്ട് ഇവർ പതുങ്ങിയിരിക്കുകയാണ്. പുലി വരുന്നു എന്ന് അലറി വിളിച്ചവന്റെ കള്ളം പൊളിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതാ സത്യം വെളിച്ചത്ത് വരുന്നു. കളി മാറിയിരിക്കുന്നു, കളിസ്ഥലവും മാറിയിരിക്കുന്നു. ആരാണ് ഇതിന്റെ പിന്നിലെ ശരിക്കുമുള്ള വില്ലൻ? എന്തിനാണ് ഇവർ മൗനവ്രതം നോൽക്കുന്നത്? അയോധ്യയിലെ ആ മോഷണത്തിനു പിന്നിൽ ആരുടെ കൈകളാണ്? സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ രാഷ്ട്രീയ കള്ളക്കളിയിലെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. മോദിയുടെയും യോഗിയുടെയും കരുത്ത് എന്താണെന്നും പ്രതിപക്ഷത്തിന്റെ നാടകം എങ്ങനെയാണ് തകർന്നതെന്നും ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തെളിവ് സഹിതം തുറന്നു കാട്ടാൻ പോവുകയാണ്. വാളെടുത്തിറങ്ങിയവർക്ക് വാടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഒരു കള്ളം പറയാൻ 10 സെക്കൻഡ് മതി, പക്ഷെ ആ കള്ളം നിലനിർത്താൻ എത്ര വലിയ പണിയാണ് എടുക്കേണ്ടതെന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കേജ്രിവാളിനും നല്ല ബോധ്യമുണ്ടായിട്ടുണ്ടാകും. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ രാജ്യം കത്തുമെന്ന് വിചാരിച്ചവർ, മോദിയെയും യോഗിയെയും ചീത്ത വിളിച്ച് സോഷ്യൽ മീഡിയയിൽ താണ്ഡവമാടിയവർ ഇന്ന് എവിടെ പോയി? എലിപ്പൊത്തിൽ ഒളിച്ചോടിയോ അതോ അന്വേഷണ ഏജൻസികളെ പേടിച്ച മൗനവ്രതം നോൽക്കുകയാണോ? പുലി വരുന്നു എന്ന് അലറി വിളിച്ചവന്റെ കള്ളം പൊളിഞ്ഞപ്പോൾ ഇതാ സത്യം വെളിച്ചത്ത് വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടത് എന്താണ്? ഭാരതത്തിന്റെ ആത്മാവായ അയോധ്യ രാമക്ഷേത്രത്തെ വെറുമൊരു രാഷ്ട്രീയ പിച്ചച്ചട്ടിയാക്കി മാറ്റാനുള്ള പ്രതിപക്ഷത്തിന്റെ നീചമായ ശ്രമമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും ഇല്ലാതാക്കാൻ അയോധ്യയിലെ സംഭാവന തട്ടിപ്പ് എന്ന പേരിൽ ഇവർ അഴിച്ചുവിട്ട നുണകൾക്ക് കണക്കില്ല. കോടികൾ മോഷണം പോയി, സ്വർണം പോയി, വജ്രം പോയി, ഇങ്ങനെ പോയി ഇവരുടെ ആരോപണങ്ങൾ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും ഒരു മത്സരമായിരുന്നു. ആരാ കൂടുതൽ BJPയെ അധിക്ഷേപിക്കുന്നത് എന്നതിൽ. ഇവർക്ക് വേണ്ടത് നീതിയല്ലായിരുന്നു, മറിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ രാമക്ഷേത്രത്തെ വിവാദത്തിലാക്കുക എന്നതായിരുന്നു. അഴിമതിക്കാർ മോദിയുടെ ഭരണത്തിൽ സുരക്ഷിതരാണ് എന്ന് മുറവിളി കൂട്ടിയ ഇവർക്ക് ഇപ്പോൾ ലഭിച്ച മറുപടി കണ്ടാൽ ബോധം പോകുമെന്ന് ഉറപ്പാണ്. സുഹൃത്തുക്കളെ, ചോദ്യം ലളിതമാണ്. അന്ന് CBI അന്വേഷണം വേണം, ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് അലറി വിളിച്ച പ്രിയങ്കയും കേജ്രിവാളും ഇപ്പോൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഇതിന്റെ ഉത്തരം അന്വേഷണ സംഘം SIT കണ്ടെത്തിയിരിക്കുന്നു. കള്ളനെന്ന് നിങ്ങൾ മുദ്രകുത്താൻ നോക്കിയ BJP അല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം സഖ്യകക്ഷികളാണ് ഇവിടെ വില്ലന്മാർ. ക്ഷേത്രത്തിൽ സംഭാവന എണ്ണാൻ കയറിയ ടിനു യാദവ് എന്നയാൾ സംഘപരിവാർ പ്രവർത്തകനാണെന്ന് കള്ളം പറഞ്ഞ് നുഴഞ്ഞു കയറിയതാണ്. ഇയാൾ ആരുമായാണ് ബന്ധപ്പെട്ടതെന്നറിയാമോ? സമാജ്വാദി പാർട്ടിയുടെ ഉന്നത നേതാവായ അഖിലേഷ് യാദവുമായി വെറും 1-2 തവണയല്ല, ഈ മോഷണം നടന്ന കാലയളവിൽ ദിവസവും ഇവർ സംസാരിച്ചിരുന്നു. ഇതാണോ നിങ്ങളുടെ സത്യസന്ധത? സ്വന്തം പാർട്ടിക്കാരൻ മോഷ്ടിച്ചതറിഞ്ഞിട്ട് അത് മോദിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയ നിങ്ങളുടെ രാഷ്ട്രീയ തന്ത്രം എത്ര വൃത്തികെട്ടതാണ്. ഇനി മോദിയുടെയും യോഗിയുടെയും ഭരണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് യഥാർത്ഥ ഭരണം. യോഗി ആദിത്യനാഥ് എന്ന ഭരണാധികാരി കളത്തിൽ ഇറങ്ങിയാൽ പിന്നെ അഴിമതിക്കാർക്ക് രക്ഷയില്ല. ടിനു യാദവിനെയും സംഘത്തെയും SIT വളഞ്ഞപ്പോൾ ഈ കേസ് EDയെ ഏൽപ്പിക്കാൻ യോഗി തീരുമാനിച്ചു. ED വരുമ്പോൾ പിന്നെ കളി മാറും. കള്ളപ്പണക്കാരും അതിന് ഒത്താശ ചെയ്ത രാഷ്ട്രീയ നേതാക്കളും അഴിക്കുള്ളിലാകുമെന്ന് ഉറപ്പായപ്പോൾ കേജ്രിവാളും പ്രിയങ്കയും ഒക്കെ ഇപ്പോൾ വെപ്രാളത്തിലാണ്. ക്ഷേത്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പാളിയെന്ന് കള്ളം പറഞ്ഞ് BJPയെ വിമർശിച്ചവർ ഇപ്പോൾ പറയൂ, എന്തിനാണ് CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത് പോലും നിങ്ങൾ തടഞ്ഞത്? ടിനു യാദവിനെ വെച്ച് നിങ്ങൾ നടത്തിയ ഈ നാടകം രാമഭക്തരോടുള്ള വെല്ലുവിളിയല്ലേ? ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം സുഹൃത്തുക്കളെ. അയോധ്യ രാമക്ഷേത്രത്തിലെ മോഷണ കേസിൽ
SIT അന്വേഷണം നടത്തി മുഖ്യപ്രതി ടിനു യാദവ് പിടിയിലായപ്പോൾ അഖിലേഷ് യാദവ് നടത്തിയ പ്രസ്താവന കേട്ടാൽ ആരും ഒന്ന് അമ്പരന്നു പോകും. അദ്ദേഹം പറഞ്ഞത് ടിനു യാദവ് താഴേക്കിടയിൽ നിന്ന് വരുന്ന ഒരു പാവമാണ്. ഈ രീതിയിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ഇതൊന്ന് പറഞ്ഞു തരാമോ? ഇത്രയും തവണ ഫോണിൽ സംസാരിച്ച, ദിവസവും 2 നേരം മോഷണത്തെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവച്ച ആ പാവൻ ടിനു യാദവ് എങ്ങനെയാണ് അങ്ങയുടെ ഇത്ര വലിയ പ്രിയപ്പെട്ടവനായത്? ഇതാണോ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്? അഴിമതിക്കാരെ കണ്ടുപിടിക്കുമ്പോൾ അവർ പാവമാകും, അത് BJP ഭരണത്തിലാകുമ്പോൾ അവർക്ക് വില കൂടും. ടിനു യാദവ് ഒരു പാവമായിരുന്നോ അതോ അങ്ങയുടെ ഗൂഢാലോചനയിലെ പ്രധാനിയായിരുന്നോ എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇത്രയും രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു നേതാവ്, തെളിവുകൾ ഇത്ര വ്യക്തമായി പുറത്തു വന്നിട്ടും സ്വന്തം പാർട്ടിയിലെ ഒരു പ്രവർത്തകനെ അല്ലെങ്കിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയ ഒരാളെ എന്തിനാണ് ഇത്രയധികം പിന്തുണയ്ക്കുന്നത്? ഇതിൽ നിന്ന് ഒരൊറ്റ കാര്യമേ വ്യക്തമാക്കുന്നുള്ളൂ. ടിനു യാദവ് ഒറ്റയ്ക്കല്ല ഈ കളി കളിച്ചത്, പിന്നിൽ വലിയൊരു ചരടുവലി നടന്നിട്ടുണ്ടെന്നത് ഉറപ്പാണ്. ആ ചരടുകൾ ചലിപ്പിച്ചത് ആരാണെന്ന് ഇപ്പോൾ ഓരോ ആൾക്കാർക്കും മനസ്സിലാകുന്നുണ്ടാകാം. അന്ന് പ്രിയങ്ക ഗാന്ധിയും കേജ്രിവാളും പറഞ്ഞത് അഴിമതിക്കെതിരെ പോരാടണം എന്നായിരുന്നു. ഇപ്പോൾ ഇതാ അഴിമതി നടത്തിയവർ അങ്ങയുടെ തന്നെ സ്വന്തം ആളാണെന്ന് തെളിഞ്ഞിരിക്കുകയല്ലേ? അപ്പോൾ ആ പോരാട്ടം എങ്ങോട്ട് പോയി? അഖിലേഷ് യാദവിന്റെ ഈ പാവ ന്യായീകരണം വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്. ടിനു യാദവിനെ പോലെയുള്ള കള്ളന്മാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങളുടെ പാർട്ടിയുടെ യഥാർത്ഥ മുഖമല്ല ഇപ്പോൾ പുറത്തു വരുന്നത്. അഴിമതിക്കാർക്ക് സംരക്ഷണം നൽകുക എന്നത് സമാജ്വാദി പാർട്ടിയുടെ സ്ഥിരം പരിപാടിയാണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട 2 പേരെ കുറിച്ച് സംസാരിക്കാം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അയോധ്യ രാമക്ഷേത്രത്തിൽ മോഷണം നടന്നു എന്ന വാർത്ത കേട്ടപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? BJPയുടെ ഭരണത്തിൽ ദൈവത്തിന്റെ ക്ഷേത്രത്തിൽ പോലും സുരക്ഷയില്ല എന്ന് പല സ്ഥലത്തും വലിയ നാടകമാണ് ഇവർ നടത്തിയത്. പ്രിയങ്ക ഗാന്ധി ആകട്ടെ അയോധ്യയിലെ ഓരോ കല്ലും അഴിമതിയാണെന്ന് വരുത്തി തീർക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ കാര്യങ്ങൾ തിരിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? മോഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ സ്വന്തം കൂടാരത്തിലെ ആളുകളാണെന്നും ഗൂഢാലോചനയിൽ പങ്കുള്ളവർക്ക് സമാജ്വാദി പാർട്ടിയുമായി ബന്ധമുണ്ടെന്നും തെളിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി എവിടെ പോയി പ്രിയങ്ക ഗാന്ധിയുടെ ആ പഴയ ആക്രോശങ്ങൾ? അന്ന് വാളെടുത്തിറങ്ങിയവർ ഇന്ന് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ? ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. മോദിയെയും യോഗിയെയും കുറ്റം പറയാൻ കിട്ടുന്ന ഒരവസരവും ഇവർ കളയില്ല. പക്ഷേ സ്വന്തം സഖ്യകക്ഷികളുടെ കള്ളത്തരം വെളിച്ചത്ത് വന്നാൽ പിന്നെ ഇവർക്ക് വാ തുറക്കാൻ പേടിയാണ്. ഇതാണോ നിങ്ങൾ പറയുന്ന ന്യായം? അയോധ്യയിലെ സംഭാവന മോഷണം എന്നത് കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരത്തെ മുറിപ്പെടുത്തിയ സംഭവമാണ്. അതിനെക്കുറിച്ചൊരു വാക്ക് മിണ്ടാൻ പോലും രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കും ഈ കള്ളക്കളികളിൽ പങ്കുണ്ട് എന്ന് തന്നെയാണോ? എന്തിനാണ് ഈ മൗനം? അന്ന് CBI അന്വേഷണം വേണമെന്ന് മുറവിളി കൂട്ടിയ ഇവർ ഇന്ന് യോഗി ആദിത്യനാഥ് EDയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനിപ്പിച്ചപ്പോൾ എന്താണ് മൗനം പാലിക്കുന്നത്? പേടിക്കുന്നുണ്ടോ അതോ സത്യം പുറത്തു വന്നാൽ തങ്ങളുടെ കൂടി പങ്ക് പുറത്തു വരുമെന്ന് ഭയക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ ഭാരത് ചോഡോ യാത്രയിലെ അജണ്ട ഇതാണോ? ഭാരതത്തെ യോജിപ്പിക്കുകയല്ല, മറിച്ച് ഇത്തരം ഗൂഢാലോചനകൾ നടത്തി ഇന്ത്യക്കാരുടെ വിശ്വാസത്തെ തകർക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇനി ഇവരുന്നയിച്ച ഓരോ ആരോപണങ്ങളും ഇന്ന് നിങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തുകയാണ്. രാമക്ഷേത്രത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ചവർക്ക് ആ രാമൻ തന്നെ ഇപ്പോൾ മറുപടി നൽകി തുടങ്ങിയിരിക്കുകയാണ്. ഇനി SIT യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി തുടങ്ങിയെന്ന വാർത്ത പുറത്തു വന്ന അന്ന് മുതൽ ഇവരുടെ വാ അടഞ്ഞു പോയിരിക്കുകയാണ്. എന്താണ് സുഹൃത്തുക്കളെ ഈ മൗനത്തിന് കാരണം? അന്ന് ഇവർക്ക് അന്വേഷണം വേണമായിരുന്നു, CBI വേണമായിരുന്നു, വലിയ പ്രസംഗങ്ങൾ വേണമായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുകയും പ്രതികൾ ആരാണെന്ന് ഏകദേശം വ്യക്തമാകുകയും ചെയ്തപ്പോൾ ഇവർ പൊടുന്നനെ നിശബ്ദരായി. എന്തിന്? കാരണം അന്വേഷണ സംഘം പിടികൂടിയത് വെറുമൊരു കള്ളനെയല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് കൂട്ടുനിന്ന തങ്ങളുടെ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആളുകളെയാണ്. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചതോടെ ക്ഷേത്ര ട്രസ്റ്റ് പോലും ആ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇനിയെങ്കിലും ഇവർ മിണ്ടുമോ അതോ തങ്ങളുടെ പങ്ക് പുറത്തു വരുമോ എന്ന പേടിയിൽ ഇനിയും മൗനവ്രതം തുടരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നാടകം പൊളിഞ്ഞ് വീണിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.